ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ അതിന്റെ മുമ്പത്തെ വീഡിയോയിലും ഇൻട്രോ പറഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ പറഞ്ഞത്, ഒരു ഗ്യാപ്പിന് ശേഷം അതോ കുറച്ച് ദിവസത്തിന് ശേഷം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ അറിയില്ല, ഒരു ഇതായിട്ട് കിട്ടണില്ല. വ്ളോഗ് എടുക്കാനൊക്കെ ഇങ്ങനെ വിചാരിക്കും, വ്ളോഗ് എടുത്തിട്ടില്ലല്ലോ, വ്ളോഗ് ഇടണ്ടേ എന്നൊക്കെ വിചാരിക്കും. ഭയങ്കര ഇമ്പത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണല്ലോ, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണ്ടേന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, അത് കിട്ടുന്നില്ല. എന്തെടുക്കും എന്നുള്ളതൊരു ഇതില്ല. ഞാൻ കാര്യമായിട്ട് ഇതിൽ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഈസ് അബൌട്ട് ഒരു സോളോ ഡേറ്റ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഫുഡ് കഴിക്കുക, പിന്നെന്താ ചിലപ്പോൾ ഒരു മൂവിക്ക് പോവുക, പിന്നെ മേ ബി ചിലപ്പോൾ ഞാനൊരു സെൽഫ് കെയർ ആയിട്ട് ഒരു എന്താ പറയുക ക്ലീനപ്പ് എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ആയി, ഞാനൊരു 2-3 മാസം, ഓൾമോസ്റ്റ് ഒരു 3 മാസമായി ഒരു ക്ലീനപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. സോ ഇപ്പം ഞാൻ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി. ആരുമില്ല, ഞാനും എൻ്റെ ബാഗും. സോളോ ഡേറ്റ് ആണല്ലോ, ഓഫ് കോഴ്സ് ഞാൻ മറന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരും പറയും, കമൻറ്റ്സിലൊക്കെ പറയും. പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനൊരു ഇത് വരുന്നില്ല, അപ്പം നിങ്ങളൊന്ന് എന്നെ ബൂസ്റ്റ് ചെയ്യും, ഒന്നെന്നെ മോട്ടിവേറ്റ് ചെയ്യണം വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ എടുക്കുക, ഞാനൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്തെടുക്കും എങ്ങനെ എടുക്കും എന്ന് ആലോചിച്ചിട്ട് അതങ്ങ് പോസ്റ്റിൽ അവിടെ നിർത്തിക്കുകയാണ്. സോ ഇൻഷാ അല്ലാ എന്തായാലും എടുക്കണം. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു പോസ് വന്നാൽ പിന്നെ പാടാണ്. സ്റ്റോപ്പ് വരാതെ നോക്കിയാൽ മതി. പോസ് വന്നാലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, പ്ലേ ചെയ്യാം. സോ സ്റ്റോപ്പ് വരാണ്ട് നോക്കുക എല്ലാവരും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും പോയോക്കാം, റൈറ്റ്? അത്ര തന്നെ. ഓക്കെ, ബൈ. ഓക്കെ ഗായ്സ്, സോ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നു, എത്തി. ഞാൻ ക്ലീനപ്പ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സോ നമ്മൾ എത്തിയിട്ടുള്ളത് പെരിന്തമണ്ണയുള്ള ബ്ലൂബി സിഗ്നേച്ചർ സലൂണിലാണ്. ഇത് ഞാനൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ പറയുന്നല്ല. ആക്ച്വലി ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട് ഫേസിൽ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ചെയ്തത് ഭയങ്കര വേർത്തായിട്ട് തോന്നി. കാരണം നമ്മൾ ആ കൊടുക്കുന്ന പൈസക്കുള്ള എല്ലാതും ഉണ്ട്. എനിക്കൊന്നും എക്സ്ട്രാ ആയിട്ട് ക്ലീനപ്പിന്റെ എഫക്റ്റ് വന്നു എന്നുള്ളത് തോന്നി. ഇത്രയും ഡിഫറൻസ് എനിക്ക് വേറെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാനൊരു ഹൈഡ്രാ ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അതിനേക്കാൾ എഫക്റ്റീവായിട്ട് തോന്നി ഇവിടുത്തെ ക്ലീനപ്പ്. സോ ഞാൻ വീണ്ടും ഇവിടെ തന്നെ വന്നിരിക്കുകയാണ്, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഐ ജസ്റ്റ് ഷോ യു. ഓക്കെ, ദിസ് ഈസ് ദി സലൂൺ. ജസ്റ്റ് ലോഫിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിൽ. ക്ലീനപ്പ് എല്ലാം കഴിഞ്ഞ് നല്ല ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു. ഒരു പറയും ചെയ്തു, കുറെ ആയോ ചെയ്തിട്ട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്, കുറെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. നോക്ക്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എടുത്തപ്പോൾ എൻ്റെ മൂക്ക് കടന്ന് തിളങ്ങുന്നത്. ഓൾറെഡി എൻ്റെ ഫേസിൽ ഏറ്റവും വലുതായിട്ടുള്ളത് എൻ്റെ മൂക്കാണ്. അപ്പോൾ അത് ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോയപ്പോൾ മൂക്ക് കടന്ന് തിളങ്ങുന്നുണ്ട്. എനിവേ, പിന്നെ ഞാൻ ചെറുതായിട്ടൊന്നും എൻ്റെ ഹെയറും കട്ട് ചെയ്തു, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാ ഞാൻ നെക്സ്റ്റ് ഇനി ഇത് കാണുന്നില്ല. ഓക്കെ, സോറി, വെയിറ്റ് സെക്കൻഡ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് മൂവി ബുക്ക് ചെയ്യാൻ പോവാണ്. ഉയിർ എന്ന് പറഞ്ഞൊരു മൂവിക്കാണ് ഞാൻ പോകുന്നത്. ലെറ്റ്സ് സീ. ഞാനിപ്പോഴാണ് അതിൻ്റെ ട്രെയിലർ കണ്ടത്. ഇപ്പോൾ ബാക്കി ബാലൻ പിന്നെ ചിന്ന ചിന്ന ആസെ ആ മൂവിയെല്ലാം ഞാൻ കണ്ടു. പിന്നെ ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചൊരു മൂവി ഉണ്ട്, പക്ഷെ അതിവിടെ ഇല്ല. മേ വാപ്പസ് ആവുക, ഹിന്ദി മൂവി, അതിവിടെ ഇല്ല. ഇനി എനിക്കറിയില്ല, ഇനി ഞാൻ കോഴിക്കോട് പോകേണ്ടി വരും മിക്കവാറും. അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഇനി പടം കാണാം, ഫുഡ് കഴിക്കുക, അതൊക്കെ തന്നെ. ചെറിയൊരു വീഡിയോ ആയിരിക്കും അല്ലേ ഇതിപ്പോൾ. എത്രത്തോളം വ്ളോഗ് ഇടാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഓൾ ഐ വോണ്ട് ടു സേ ഇസ് ദാറ്റ് ഞാനിത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എനിക്ക് വേണ്ടി ഞാൻ ടൈം കണ്ടെത്തി, എനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നു. ഐ മീൻ അൽഹംദുലില്ലാ, അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എനിക്കതിൽ എത്രത്തോളം എന്നോട് തന്നെ ഭയങ്കര സന്തോഷവും പ്രൗഡായിട്ടും തോന്നുന്നൊരു കാര്യമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരുപാട് എന്താ പറയുക, കുറേ ഞാൻ ഫേസസ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് എത്താൻ വേണ്ടിയിട്ടും. കുറേ ആൾക്കാരുടെ പഴിച്ചാരലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് വേണ്ടേ, പറയണവരോട് പറയും, പോട്ടെ, നമ്മൾ മൈൻഡ് ആക്കണ്ട. അപ്പോൾ
ഇന്നിപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നു. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ലൈക്ക് ഇൻഡിപെൻഡൻറ്റ്. അൽഹംദുലില്ലാ ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്നുമില്ല ഫിനാൻഷ്യലി, പക്ഷെ എന്നാലും കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് അല്ലേ, ശരിയാവും. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടല്ലോ. പക്ഷെ ഐ എം ഡൂയിങ് തിങ്സ്. സോ എന്താ പറയുക, ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് ഇന്നലെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലവൾ പറയുന്നുണ്ട്, എപ്പോഴും ഇപ്പം നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഇടയ്ക്ക് റെസ്റ്റ് വേണം. അതും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സംഭവം തന്നെ. അവള് പറയുന്ന സെയിം കാര്യം തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നു ആൻഡ് ഐ ആം എൻജോയിങ് ഇറ്റ് എ ലോട്ട്. ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് എൻജോയ് ഉണ്ട്. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നു, ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നു, ഒറ്റയ്ക്ക് ഫിലിമിന് പോകുന്നു, ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്നു, എല്ലാം ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇതിൽ ഈ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നത് മാത്രമാണ് ഞാൻ കുറേ വർഷങ്ങൾ മുമ്പേ ചെയ്തിട്ടുള്ള ഒരു പരിപാടി. ബാക്കിയെല്ലാം ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തു തുടങ്ങിയത്. ആൻഡ് ഐ എം ലവിങ് ഇറ്റ് സോ മച്ച്. ചിലപ്പോൾ ഞാനീ പറയുന്നതൊക്കെ ചിലപ്പോൾ കുറച്ച് ഓവറായി തോന്നുമായിരിക്കാം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന സാധനമാണ്, അല്ലാണ്ടൊന്നുമില്ല. ആൻഡ് യാ, ദിസ് ഇസ് ഫോർ യു, ദിസ് ഇസ് ഫോർ മീ, ദിസ് ഇസ് ഫോർ അലീന. Fix me up inside. Lonely, I'm at the club slowly, killing my buzz, no sleep. You keep me up, you make my heart beat different. Oh my, oh my. സോ ഗൈസ്, ഞാൻ പറയുന്നത് കേൾക്കുമെന്നാവോ? ഞാൻ ബാഗ് എന്ത് ചെയ്ത് പുറത്ത് വെക്കാൻ കൊടുത്തു. മൈക്ക് എടുത്തില്ല, പൊട്ടത്തരം ചെയ്ത്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് വോയിസ് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ക്ലീനപ്പ് ചെയ്തിട്ട് നല്ല വൃത്തിയുണ്ടല്ലേ, നോക്കാം.